ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ലഭിക്കുന്ന മഹാസൗഭാഗ്യമാണ് പരിശുദ്ധമായ ഹജ്ജ് യാത്ര. കാരണം പരിശുദ്ധമായ ഹജ്ജ് യാത്രയിലുടനീളം ഹാജിക്ക് കൈവരുന്ന ഉഖ്റവിയായ നേട്ടങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. ആ ഭാഗ്യം എത്രയോ വലുതാണ്. പരിശുദ്ധമായ കഅബാലയത്തിന് ഇതുവരെ കഅബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് സുജൂദ് ചെയ്ത ആ ഹാജി നേരെ കഅബാലയം അവന്റെ കൺമുമ്പിൽ കാണുന്ന ഒരു സൗഭാഗ്യം അല്ലാഹു നൽകുകയാണ്. കഅബാലയം കാണുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ലിഖാഇന് കാരണമാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഒരു പ്രത്യേകമായ സൗകര്യത്തിന് വഴിയൊരുക്കുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ധാരാളം ദുആ ചെയ്യാനുള്ള അവസരം, പ്രത്യേകിച്ച് ഇജാബത്തുള്ള സ്ഥലങ്ങളൊക്കെ ധാരാളമുള്ള ആ സ്ഥലത്ത് ദുആ ചെയ്യുമ്പോൾ വലിയ ഫലം കിട്ടുന്ന ആ ഒരു സ്ഥലം. അതിൻ്റെ ഒക്കെ പുറമെ ധാരാളം തവാഫ് ചെയ്യാനുള്ള അവസരങ്ങൾ അല്ലാഹു തആല നൽകുകയാണ്. പരിശുദ്ധമായ കഅബാലയത്തിന് വെറുതെ തവാഫ് ചെയ്താൽ തന്നെ വലിയ പ്രതിഫലമാണ് ഇസ്ലാം ഹാജിമാർക്ക് നൽകുന്നത്. അതുപോലെ ഇരു ഹറമുകളിലുള്ള ജമാഅത്തായിട്ടുള്ള നിസ്കാരം, പരിശുദ്ധമായ മക്കയിൽ ജമാഅത്തായി മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കുമ്പോൾ ഒരു റകഅത്തിന് 1,00,000 പ്രതിഫലമാണ്. അവിടെ ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ വലിയ പ്രതിഫലമാണ്. ഖുർആൻ പാരായണം, ദിക്ർ, സ്വലാത്ത്, ദുആകൾ, അതുപോലെ അവിടെയുള്ള സിയാറകൾ, ഇങ്ങനെ ഒട്ടനേകം അമലുകൾക്കൊക്കെ ഈ ഹജ്ജ് യാത്രയിലൂടെ അവസരം ലഭിക്കുകയാണ്. കൂടാതെ അറഫയിലും മുസ്ദലിഫയിലും മിനയിലുമൊക്കെ വലിയ വലിയ അമൽ ചെയ്യാനുള്ള അവസരം ഒരു ഹാജിക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായും അഭൗതികമായും ഒക്കെ വലിയ ഉയർച്ചയിലേക്ക് എത്താൻ ഈ യാത്ര കാരണമാവുകയാണ്. ഇതിൻ്റെ ഒക്കെ പ്രതിഫലം ഒരിക്കലും നമുക്ക് തിട്ടപ്പെടുത്താൻ ലോകർക്കാർക്കും സാധ്യമല്ല. അവ കൂട്ടാൻ നമ്മുടെ ഗണിതത്തിൽ അക്കങ്ങളില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നോക്കൂ, പരിശുദ്ധമായ സ്ഥലങ്ങളിൽ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ, ഒരു യാസീൻ ഓതിയാൽ, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരൊറ്റ ദിക്ർ തഹ്ലീൽ ചൊല്ലിയാൽ ലക്ഷങ്ങളുടെ കൂലിയാണ് അല്ലാഹു തആല വാരിക്കോരി കൊടുക്കുന്നത്. കൂടാതെ മദീനയിൽ 40 വഖത്ത് നിസ്കരിച്ചാൽ എത്ര വലിയ പ്രതിഫലമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓഫർ ചെയ്തത്. മൻ സ്വല്ലാ ഫീ മസ്ജിദി 40 സ്വലാ, എൻ്റെ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ മദീനത്തെ പള്ളിയിൽ ആരെങ്കിലും 40 നിസ്കാരം നിസ്കരിച്ചാൽ ലാ യഫൂതുഹു സ്വലാ, ഒരു നിസ്കാരം പാഴാവാതെ 40 നിസ്കാരം നിസ്കരിച്ചാൽ കതബല്ലാഹു ലഹു ബറാഅത്തൻ മിനന്നാർ, അവന്റെ റിക്കാർഡിൽ അവനെ പറ്റി രേഖപ്പെടുത്തുകയാണ് അവൻ നരകമോചിതനാണ്. വനജാതൻ മിനൽ അദാബ്, അവൻ ശിക്ഷയില്ലാത്തവനാണ്, അവൻ സ്വർഗവാസിയാണ്. ഇങ്ങനെ നോക്കിയാൽ 40 ദിവസം ഒരു ഹാജി പരിശുദ്ധമായ ഇരു ഹറമുകളിലും കഴിയുമ്പോൾ എത്ര വലിയ സമ്പാദ്യമാണ് അവൻക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. അള്ളാഹു ഈ വർഷം പോകുന്നവർക്കും പോയവർക്കും ഇനി അടുത്ത വർഷങ്ങളിൽ പോകുന്നവർക്കൊക്കെ ഇത് നേടിയെടുക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇതിനെല്ലാം പുറമെ ഹജ്ജ്, ഉംറ, സിയാറ എന്നീ അമലുകൾ അവ ഓരോന്നും ഒറ്റക്ക് തന്നെ ചെയ്യുകയാണെങ്കിൽ, ഓരോന്നും ഒറ്റക്കെടുത്താൽ പരിശുദ്ധമായ ഹജ്ജ് മാത്രം, അല്ലെങ്കിൽ ഉംറ മാത്രം, അതുപോലെ സിയാറത്ത് മാത്രം, ഒരു മനുഷ്യൻ ആ ഒരൊറ്റ കാര്യം മാത്രം എടുത്തു നോക്കിയാൽ തന്നെ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന കർമ്മങ്ങളാണ്. അപ്പോൾ ഒറ്റ യാത്രയിൽ തന്നെ ഇത് 3 ലഭിക്കുകയാണെങ്കിലോ, ഹജ്ജും കിട്ടുന്നു, ഉംറയും ലഭിക്കുന്നു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ അവസരം ലഭിക്കുമ്പോൾ ആ മനുഷ്യന് അതിലൂടെ കിട്ടുന്ന പ്രതിഫലം പിന്നെ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് മഹാനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ, നിങ്ങൾ തുടർച്ചയായ ഹജ്ജ് ഉംറ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. സാമ്പത്തിക ശേഷിക്കനുസരിച്ച് നിങ്ങൾ തുടർച്ചയായ ഹജ്ജും ഉംറയും ചെയ്തുകൊണ്ടേയിരിക്കുക. ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖർ വദ്ദുനൂബ്, ഒരു മനുഷ്യന്റെ ദാരിദ്ര്യം ഹജ്ജിലൂടെ അല്ലാഹു തആല നീക്കം ചെയ്യുകയാണ്. ദരിദ്രനായ ഒരു മനുഷ്യൻ ഹജ്ജിന് പോവുകയാണെങ്കിൽ, ഉള്ള പൈസ ഒക്കെ ഒപ്പിച്ച് അവൻ ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ അവൻക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യ നിർമാർജനം അതിലൂടെ കൊടുക്കുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ
അധിക ആളുകൾക്കും ഹജ്ജ് നിർബന്ധമാകുന്ന കുറേ ആളുകളുണ്ട്, നമ്മുടെയൊക്കെ കൂട്ടത്തിൽ തന്നെയുണ്ട് ഹജ്ജ് നിർബന്ധമാകുന്നവർ. അത്യാവശ്യം പറമ്പുകളും സൗകര്യങ്ങളുമുള്ളവർ, കുട്ടിയുടെ അല്ലെങ്കിൽ പേരക്കുട്ടിയുടെ കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ വർഷം ഹജ്ജിന് പോകുന്നില്ല, മകന്റെ പുരപ്പണിയാണത്രേ, അയാൾ ഹജ്ജിന് പോകുന്നില്ല. ഇങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് ഹജ്ജ് ഇങ്ങനെ ബാക്കോട്ട് മാറ്റിയിടുമ്പോൾ അടുത്ത വർഷം സാധിക്കുമോ ഇല്ലേ എന്നൊരാൾക്കും പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് സാമ്പത്തിക ശേഷിയുണ്ടാകുമ്പോൾ നല്ല ടൗണുകളിലും മറ്റൊക്കെ താമസിക്കുന്നവർക്ക് 2 സെന്റ് ഭൂമി വിറ്റാൽ മതി, അപ്പൊ ഹജ്ജിന് പോകാൻ പറ്റും. 2 സെന്റ് ഭൂമി വിറ്റാൽ അവർക്ക് ഹജ്ജിന് പോകാൻ കഴിയും. എന്നിട്ട് അവർ ഹജ്ജിന് പോകുന്നില്ല. വലിയ അപകടമാണ് അവർക്ക് പതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. മഹാനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഹജ്ജ് ചെയ്യാൻ സാധിക്കുന്നവർ ഹജ്ജ് ചെയ്യട്ടെ. ഇനി ഉംറയ്ക്ക് ഒരാൾക്ക് സാധിക്കുന്നുള്ളൂ, ഉംറ ചെയ്യണം. അങ്ങനെ ഹജ്ജും ഉംറയും ചെയ്യുകയാണെങ്കിൽ അവന്റെ ദാരിദ്ര്യം അതിലൂടെ നീങ്ങുകയാണ്. വദ്ദുനൂബ്, അവന്റെ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയുകയാണ്. ഏതുപോലെ കമാ യൻഫിൽ കീറു ഖബതൽ ഹദീദ്, ഇരുമ്പിന്റെ തുരുമ്പ് കൊല്ലപ്പണിക്കാരന്റെ ഉലയിലിട്ട് കൊണ്ട് കത്തിക്കുമ്പോ ആ തുരുമ്പുകളൊക്കെ നീങ്ങിയിട്ട് ഇരുമ്പ് നല്ല ശരിയായ പ്യൂർ ഇരുമ്പായി മാറുന്നത് പോലെ ഒരു മനുഷ്യന്റെ പാപങ്ങളെല്ലാം ഈ പരിശുദ്ധമായ ഹജ്ജ് കൊണ്ടും ഉംറ കൊണ്ടും അല്ലാഹു തആല മായ്ച്ചു കളയുകയാണ്. അതുകൊണ്ടല്ലേ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്, വലൈസലിൽ ഹജ്ജിൽ മബ്റൂർ സവാബുൻ ഇല്ലൽ ജന്ന, സ്വീകാര്യ യോഗ്യമായ ഹജ്ജിന് പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല. കണ്ടോ, ഒരാൾ ഹജ്ജ് ചെയ്യുമ്പോൾ അവൻക്ക് അതിലൂടെ കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്താണ്? സ്വർഗമാണ്. ഇവിടെ ഈ ഹദീസിൽ ഹജ്ജിന് പറയപ്പെട്ട കൂലി ഉംറക്കുമുണ്ട് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും വലിയ മഹത്വമുള്ള കാര്യമാണ്. അഥവാ ഭൗതികമായി ദാരിദ്ര്യം നീങ്ങുകയും ഉഖ്റവിയായിട്ട് പാപമോചനം ലഭിക്കുകയും ചെയ്യുന്ന സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന ഈ വലിയ അമല് ചെയ്യാനാണ് ഈ വർഷം നമ്മുടെ ഹാജിമാരൊക്കെ പുറപ്പെടുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. കൂടാതെ ഈ യാത്രയിൽ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാനുള്ള അവസരം ലഭിക്കുകയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യൽ. മൻ സാറ ഖബ്രി വജബതഹു ലഹു ശഫാഅതി, ഇത് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാണ്. മൻ സാറ ഖബ്രി, ആരെങ്കിലും എൻ്റെ ഖബർ സിയാറത്ത് ചെയ്യുകയാണെങ്കിൽ, എൻ്റെ റൗളയിൽ വന്ന് എന്നെ സിയാറത്ത് ചെയ്യുകയാണെങ്കിൽ, വജബത ലഹു ശഫാഅതി, എൻ്റെ ശഫാഅത്ത് അവൻ കുറച്ചിരിക്കുന്നു എന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. സൂറത്തുൻ നിസാ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്, വലൗ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. വലിയൊരു ആശയമാണ്. അഹ്ലു സുന്ന വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയൊരു ആദർശവും വിശ്വാസവുമാണ് ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറത്തുങ്ങലെത്തുക, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടുത്ത് ചെല്ലുക, അവിടെ നിന്ന് സലാം പറയുക, അവിടെ നിന്ന് സിയാറത്ത് ചെയ്യുക. അതിലൂടെ വലിയ നേട്ടമുണ്ട് എന്നാണ് വിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് പറയുന്നത്, വലൗ അന്നഹും ഇളലമു അൻഫുസഹും, സ്വശരീരങ്ങളോട് അക്രമവും തിന്മയും വേണ്ടാത്തരവും ചെയ്ത മനുഷ്യന്മാർ, ജാഊക, അവർ നബിയെ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു, വസ്തഗ്ഫറുല്ലാഹ്, അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു, വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നു, അവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നു, എങ്കിൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹു അവന്റെ തൗബ സ്വീകരിക്കുമെന്നൊരാശയം വിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നിസാ 64-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നു. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അൽ ഹാഫിദ് ഇബ്നു കസീർ അദ്ദേഹം വിവരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ ചാരത്ത്, റൗളയുടെ ചാരത്ത് ഉത്തുബി എന്ന് പറയുന്ന ഒരു മഹാൻ, ആ മഹാൻ അവர்கள் അവിടെ ഇരിക്കുകയാണ്. ആ സമയത്താണ് അഅറാബിയുൻ, ഒരു അഅറാബിയായ മനുഷ്യൻ റൗളയുടെ ജാറത്തിന്റെ ഭാഗത്തേക്ക് വരുന്നത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അടുത്തേക്ക് വരുന്നത്. ആ മനുഷ്യൻ വന്നുകൊണ്ട്, അഅറാബി വന്നുകൊണ്ട് പറയുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്,
വഫാത്തായ ശേഷമാണ്. വഫാത്തായ ശേഷം നബിന്റെ ഖബറിങ്ങ് പോകാൻ പാടില്ല, സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്ന പുതിയ ചിന്താഗതിയുള്ളവരുണ്ട്. അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അത് ശരിയല്ല, ആ ആശയം തെറ്റാണ്. മുത്തുനബിയെ സിയാറത്ത് ചെയ്യണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയുടെ അടുത്ത് വന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയുന്നു. എന്നിട്ട് ആ വന്ന അയറാബി പറയാണ്, സമയത്തുല്ലാഹ യഖൂൽ, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ ഓതിയ ആയത്ത് വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും എന്ന് തുടങ്ങുന്ന നിസാ 64-ാമത്തെ ആ വചനം ആ അയറാബി പാരായണം ചെയ്യുകയാണ്. എന്നിട്ട് അയറാബി മുത്തുനബിയുടെ റൗളന്റെ അടുത്ത് നിന്നിട്ട് പറയുന്ന എന്താ, വഖദ് ജിഅതുക മുസ്തഗ്ഫിറൻ ലിദംബി, ഓ നബിയേ, അങ്ങ് വഫാത്തായിട്ട് ഖബറിൽ കിടക്കുകയാണെന്ന് എനിക്കറിയാം. ഞാനിപ്പോൾ ഇവിടെ വന്നത് മുസ്തഗ്ഫിറൻ ലിദംബി, എന്റെ പാപങ്ങളൊക്കെ പൊറുക്കലിനെ തേടാൻ വേണ്ടിയാണ്. വമുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, അങ്ങേ ഒരു ശുപാർശകനായി വെച്ച് എന്റെ റബ്ബിലേക്ക് ഞാൻ മുൻനിർത്തി ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ അഅറാബി അവിടെ വെച്ച് പാടുകയാണ്, യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഅ്ളമുഹു ഫതാബ മിൻ ത്വീബിഹിന്നൽ ഖാഉ വൽ അകമു നഫ്സിൽ ഫിദാഉ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. വലിയൊരാശയമാണ് ഈ അഅറാബി പാടുന്നത്. യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഅ്ളമുഹു, ഭൂമിയിൽ അടക്കം ചെയ്യപ്പെട്ടവരിൽ ഏറ്റവും ഉത്തമരായ നബിയെ, ഫത്വാബ മിൻ ത്വീബിഹിന്നൽ ഖാഉ വൽ അകമു, അങ്ങയുടെ ഈ ശരീരം ഇവിടെ അടക്കം ചെയ്യപ്പെട്ടതോടുകൂടെ ഈ സ്ഥലം വളരെ പരിശുദ്ധമായി വളരെ വിശുദ്ധമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് നഫ്സിൽ ഫിദാഉ ലിഖബ്രിൻ അൻത സാകിനുഹു, അങ്ങ് വിശ്രമിക്കുന്ന ഈ ഖബറിന്റെ ഭാഗത്തേക്ക് എന്റെ ശരീരത്തെ ഞാൻ സമർപ്പിക്കുകയാണ്. ഇവിടേക്ക് എന്റെ ശരീരത്തെ സമർപ്പിച്ചാൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഫീഹിൽ അഫാഫ്, ഇവിടെ ചാരിത്ര ശുദ്ധിയുണ്ട്. വഫീഹിൽ ജൂദു, നല്ല ധർമ്മമുണ്ട്. വൽ കറമു, ഔദാര്യവുമുണ്ട്. കിട്ടേണ്ടതൊക്കെ ഇവിടുന്ന് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എന്ന് ഈ അഅറാബി പാടിയിട്ട് വഖദിൻ സറഫൽ അഅറാബി, ആ അഅറാബി അതങ്ങ് പറഞ്ഞിട്ട് തിരിഞ്ഞുപോയി. അപ്പൊ ഉത്തബി എന്ന് പറയുന്ന മഹാൻ ആ റൗളയുടെ ചാരത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ മഹാൻ പറയാണ്, ഫഗലബത്നി ഐനി, ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിന്നൗം, ഞാൻ സ്വപ്നത്തിൽ മുത്തുനബിയെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, യാ ഉത്തബി, ഓ ഉത്തബി, ഇൽഹിഖിൽ അഅറാബി, ആ അഅറാബിന്റെ അടുത്തേക്ക് പോവുക. എന്നിട്ട് എന്റെ സലാം അഅറാബിയോട് പറയുക. ഫബശ്ശിർഹു അന്നല്ലാഹ ഖദ് ഗഫറ ലഹു, അദ്ദേഹത്തോടൊരു സുവിശേഷം അറിയിക്കുക, സന്തോഷ വാർത്ത അറിയിക്കുക, അദ്ദേഹത്തിന്റെ പാപം അല്ലാഹു പൊറുത്തിരിക്കുന്നു എന്ന്. ഇത് ഹാഫിള് ഇബ്നു കസീർ തഫ്സീർ ഇബ്നു കസീറിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ ഇങ്ങനെ ഇത്രയും വലിയ മഹാ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ധാരാളം ആളുകൾ യാത്ര തിരിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം അവരെ ആദരിക്കണം, അവരോട് പ്രത്യേകമായി ദുആ വസിയത്ത് ചെയ്യണം. നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി അവരെ ഏൽപ്പിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഉംറയ്ക്ക് വേണ്ടി യാത്ര പോകുന്ന മഹാനാകുന്ന സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, നബിയെ, ഞാൻ ഉംറയ്ക്ക് പോവാണ്, സമ്മതം തരണം. അപ്പൊ എന്താ സമ്മതം കൊടുത്ത ശേഷം മുത്തുനബി പറഞ്ഞത്, ലാ തൻസാനാ യാ ഉഖൈ മിൻ ദുആഇക്, നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തണം. കണ്ടോ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഈ ലോകത്തെ മുഴുവൻ പടക്കാൻ കാരണമായ നേതാവ്, മഹാനാകുന്ന അവിടുത്തെ എളിയ സഹാബി ഉമർ റളിയല്ലാഹു അൻഹുവോട് വസിയത്ത് ചെയ്യാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഒരു വാക്ക് പറഞ്ഞ്, കലിമത്തുൻ മാ യസുറുനി അന്നലി ബിഹാ ദുനിയ, ആ വാക്ക് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഈ ദുനിയാവ് മൊത്തം കിട്ടിയാൽ അതിനേക്കാൾ വലുത് ഈ ഒരൊറ്റ വാക്കാണ് എന്ന് മഹാനാകുന്ന സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഹജ്ജിന് വേണ്ടിയൊക്കെ യാത്ര പറഞ്ഞിട്ട് നമ്മൾ എടുത്ത് വരുമ്പോ അയാളിപ്പോ ആരാ പോലെ ഹജ്ജിന് പോകാൻ എന്ന് ചിന്തിക്കാതെ, മറിച്ച് അയാൾ വലിയൊരു ഭാഗ്യവാനാണ്. എനിക്കും ഹജ്ജിന് പോകണം, എനിക്കും ഉംറക്ക് പോകണം, എനിക്കും സിയാറക്ക് പോകണം. ഞാൻ അയാളോട് വസിയത്ത് ചെയ്യട്ടെ,
ആ ഭാഗ്യം എനിക്കും കിട്ടാൻ വേണ്ടി ഇങ്ങനെ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി നാം ഒക്കെ റെഡിയാവുക. അടുത്ത വർഷങ്ങളിൽ നാം ഹജ്ജിന് വേണ്ടി റെഡിയാവണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മൻ മലക സാദൻ വറാഹിലതൻ തുബല്ലിഉ ഇലാ ബൈത്തില്ലാ, പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ഹജ്ജിന് പോകാനുള്ള സൗകര്യം കിട്ടിയിട്ട് വലം യഹുജ്ജ, അവൻ ഹജ്ജിന് പോകുന്നില്ലെങ്കിൽ ഫലാ അലൈഹി അൻ യമൂത യഹൂദിയൻ ഔ നസ്റാനിയ, അവൻ ജൂതനോ ക്രിസ്ത്യാനിയോ ആയിട്ട് മരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു ഈ വർഷം പോകുന്നവർക്കൊക്കെ നല്ല റാഹത്തോടുകൂടെ പോകാനും അടുത്ത വർഷം ഉദ്ദേശിക്കുന്നവർക്കൊക്കെ വരും വർഷങ്ങളിൽ കരുതുന്നവർക്കൊക്കെ പോകാനുള്ള തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.